പ്രിയ പ്രേക്ഷകരെ, ആ ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് നിരവധിയായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഓരോ മേഖലകളിലും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനത്തിന്റെ ലഭ്യത അടക്കം കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇന്ധന ഉൽപ്പാദനം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, അടുത്തതായി ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നത് ഇന്ത്യയിലെ റെയിൽ ഗതാഗതത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് തുടക്കമായിരിക്കുന്നു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്നു. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണ് ഇത് സംബന്ധിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഹരിയാനയിൽ ആണ് ഇത്തരത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ട്രെയിൻ സർവീസുകൾ വളരെ ചുരുക്കമാണ്. ആ പട്ടികയിലേക്കാണ് നമ്മുടെ രാജ്യവും കടക്കുന്നത്. ഹൈഡ്രജൻ എന്ന ഇന്ധനം ഏറെ അപകടകരമാകുന്ന ഇന്ധനമാണ്. ഉയർന്ന മർദ്ദത്തിൽ മാത്രം സൂക്ഷിക്കാവുന്ന ഇന്ധനമാണ്. ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലേക്ക് നമോ ഗ്രീൻ റെയിൽ എന്ന പേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, അതായത് ഹരിതഗ്രഹവാതകങ്ങളുടെ ബഹിർഗമനം കുറച്ചുകൊണ്ട് കഴിയുന്നത്ര പ്രകൃതിക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് നമ്മുടെ ട്രെയിൻ ഗതാഗതത്തെ മാറ്റുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നത്. ഹരിയാനയിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഹരിയാനയിൽ ഇന്ന് സർവീസ് ആരംഭിച്ച ഈ ഹൈഡ്രജൻ ട്രെയിനിന്റെ പ്രത്യേകതകൾ എന്താണ്? അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഔദ്യോഗികമായി ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകളുടെ ഹൈഡ്രജൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സൂചിപ്പിക്കുന്നു, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആണ് എന്നതാണ്. നമുക്ക് ട്രെയിനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആവി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ട്രെയിനുകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് കൽക്കരി യന്ത്രങ്ങളിലേക്ക്, ഇലക്ട്രിക് ട്രെയിനുകളിലേക്കൊക്കെ അത് മാറിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിൻ യാത്രകൾ നടത്തുന്നത് എങ്കിൽ ഇന്ത്യയുടെ വലിയ നേട്ടം എന്ന് തന്നെ അവകാശപ്പെടാവുന്ന ഒന്നാണ് ഹൈഡ്രജൻ ട്രെയിനുകളുടെ സർവീസ്. എവിടെ നിന്ന് എവിടേക്കാണ് ഈ സർവീസ് നടത്തുന്നത് എന്നുള്ളതാണ്. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ ആണ് ഈ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. ജിന്ദിൽ നിന്ന് സോണിപത്തിലേക്കും തിരിച്ചും ആണ് ഇപ്പോൾ ഈ ആദ്യഘട്ടം എന്ന നിലയിൽ സർവീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്ര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.